ിലേക്ക് കടക്കുകയാണ്. നവ പോലീസിന് സമ്മാനം. പോലീസ് അതിക്രമ വിവാദങ്ങൾക്കിടെ നവകേരള സദസ്സിൽ സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. DGPയെ മറികടന്ന് ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGPയുടേതാണ് നിർദ്ദേശം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഗൺമാന്റെയും ഈ അതിക്രമങ്ങൾ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് ആവർത്തിച്ച് കണ്ണടച്ചെങ്കിലും കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരുന്നു. കരിങ്കൊടി കാണിച്ചതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്ന പോലീസിന്റെ ക്രമസമാധാന പാലനവും നവകേരള യാത്രയിൽ കണ്ടതാണ്. ഇതൊക്കെ മികച്ച ക്രമസമാധാന പാലനമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. ഈ പോലീസിനാണ് ഗുഡ് സർവീസ് സെന്റർ നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്ക് ഗുഡ് സർവീസ് സെന്റർ ലഭിക്കും. കൂടാതെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരുടെ പേര് ശുപാർശ ചെയ്യാനും നിർദ്ദേശമുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് വിവാദങ്ങൾക്കിടെ വിചിത്ര നിർദ്ദേശം നൽകിയത്. മന്ത്രിപ്പടയ്ക്ക് വഴിനീള സുരക്ഷ ഒരുക്കാൻ പോലീസുകാർക്ക് അവധി പോലും അനുവദിക്കാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു നിയമവും പാലിക്കാതെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഏതു മാനദണ്ഡത്തിൽ ഗുഡ് സർവീസ് സെന്റർ നൽകുമെന്നതാണ് ചോദ്യം. 24 തിരുവനന്തപുരം. കോടതി പറഞ്ഞിട്ടും കുറുപ്പംപടി പോലീസിന് കേസില്ല. കോടതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ കുറുപ്പംപടി പോലീസ്. നവകേരള സദസ്സ് വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഈ പരാതിയിലാണ് കേസെടുക്കാതെ ഉദ്യോഗസ്ഥരെ പോലീസ് സംരക്ഷിക്കുന്നത്. ഓടക്കാലിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചത്. വാഹനത്തിനുള്ളിൽ കയറ്റിയ ശേഷം തോക്കുകൊണ്ട് മർദ്ദിച്ചതായി പ്രതികൾ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ശരീരത്തിലെ പരിക്കുകൾ കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് കോടതി പരാതി എഴുതി വാങ്ങിയത്. ഈ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് ഉരുണ്ട് കളിക്കുന്നത്. ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ല 10 ദിവസങ്ങൾ ഇതുവരെ അത് തന്നെയല്ല, എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് CI എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല, ഞങ്ങൾ മൊഴി തരണ്ടേ, ഞങ്ങൾ പരാതി എടുക്കുന്നില്ല. ചോദിക്കുമ്പോൾ ഒന്നും അവർക്ക് ഉത്തരമില്ല. അത് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വെറുതെ തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്നുണ്ടായിരുന്ന ഈ പറയുന്ന ഞങ്ങൾ മീഡിയാസിൽ പിന്നെ കണ്ടപ്പോൾ ഈ ഗൺമാൻ അല്ലെന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ CI എടുത്ത് പറഞ്ഞപ്പോൾ CI മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു അന്യായം ഫയൽ ചെയ്യാൻ തന്നെ പോവുകയാണ്. 27-ാം തീയതി അന്യായം ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ തീരുമാനം. പരാതിക്കാർ കേസിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിൽ എത്തുമ്പോഴൊക്കെ കേസെടുക്കാമെന്ന ഒഴുക്കൻ മറുപടി മാത്രമാണ് കുറുപ്പംപടി CI നൽകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് പോലീസിനെ കേസെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. CIക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. S. ശ്യാംകുമാർ, 24, കൊച്ചി. നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷൂറിയൽ റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം തുടരുന്നു. പോലീസ് നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ വിമർശനം ശക്തമാണ്. ഇതിനിടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള CDR ചോർന്നതിലും പോലീസ് പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPIM നേതൃത്വവും പോലീസിനെ ന്യായീകരിക്കുമ്പോഴും 24 പ്രതിനിധിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തമാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ അനാവശ്യമായി കേസെടുക്കാനുള്ള പ്രവണത മുളയിലേ നുള്ളണമെന്ന ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മാധ്യമങ്ങൾക്കെതിരെ അനാവശ്യമായി കേസെടുക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. കേസ് നിർഭാഗ്യകരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. കേസെടുത്ത് മാധ്യമപ്രവർത്തനത്തെ കൂച്ചുവിലങ്ങുക, നിയന്ത്രിക്കുക എന്നത് അപ്രസക്തവുമായും അപരിഷ്കൃതമായിട്ടുള്ള നിലപാടാണ്. ഇത് വളരെ നിർഭാഗ്യകരമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നല്ല. കേസെടുത്തതിനു പിന്നിൽ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കളിയുണ്ടെന്ന് K. അജിതയും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക എന്നത് ഭരണപക്ഷത്തിന്റെ ധർമ്മമാണെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പ്രതികരിച്ചു. അവർക്കെതിരെ അങ്ങനെ കേസെടുക്കുന്നത് നിയമപ്രകാരം അല്ലെങ്കിൽ മാനുഷിക ഒരു പരിഗണന പ്രകാരം തെറ്റാണ്. അവർ കാണുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ.
പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷം പ്രതികരണമെന്ന് സ്ഥാനമൊഴിയുന്ന മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. അതൊക്കെ പോലീസിന്റെ അന്വേഷണം പൂർത്തിയാവട്ടെ, അതിനുശേഷം പ്രതികരിക്കാം. കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാകണം കേസെടുത്തതെന്നായിരുന്നു നിയുക്ത മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. 24 കൊച്ചി. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. യേശു ജനിച്ച മണ്ണിൽ തന്നെ യേശുവിന്റെ സമാധാന സന്ദേശം മുങ്ങിമരിക്കുകയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് ദിന സന്ദേശത്തിൽ പറഞ്ഞു. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ബത്ലഹേമിൽ ഇക്കുറി ആഘോഷങ്ങളില്ല. ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യം മുൻനിർത്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് ദിന സന്ദേശം. സന്ദേശത്തിൽ പരസ്യമായി ഗസയെയോ ഇസ്രയേലിനെയോ പേരെടുത്ത് പരാമർശിച്ചില്ല. Brothers and sisters, this is the wonder of Christmas. Not a mixture of sappy emotions and worldly contentment, but the unprecedented tenderness of a God who saves the world by becoming incarnate. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ സായാഹ്ന കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള ബത്ലഹേം ഇസ്രയേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി. പുൽക്കൂട് ചത്തുരത്തിൽ പതിവ് ക്രിസ്മസ് ട്രീ ഒരുക്കിയില്ല. ക്രിസ്മസിന്റെ തലേദിവസം നടക്കാറുള്ള തിരുപ്പിറവി ആഘോഷങ്ങളും ഉണ്ടായില്ല. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറിയയും ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി. ദുബായിലും അബുദാബിയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. അമേരിക്കൻ ഐക്യനാടുകളിലും വിപുലമായ ആഘോഷങ്ങളുണ്ട്. റിസർച്ച് ഡെസ്ക് 24. മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കിടെ സഭാ നേതൃത്വത്തിന് ക്രിസ്മസ് വിരുന്നൊരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മാർപ്പാപ്പ വരുന്ന വർഷം ഇന്ത്യ സന്ദർശിക്കും. ക്രിസ്മസ് വിരുന്ന് പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് വിരുന്നിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു. ഇതാദ്യമായാണ് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്നൊരുങ്ങുന്നത്. സഭാപ്രതിനിധികളും വ്യവസായ പ്രമുഖരും കായിക താരങ്ങളും ഉൾപ്പെടെ 60ഓളം പേർ പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിനെത്തി. രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകൾ ക്രിസ്മസ് സന്ദേശത്തിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ആദ്യമായിട്ടാണ് ക്രിസ്മസിന്റെ ദിവസം ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ളൊരു ആശംസ നടത്തുകയും ചെയ്തത്. അതിൽ പൊതുവെ ക്രൈസ്തവ സമൂഹം വളരെ സന്തുഷ്ടരാണ്. ഈ ഒരു ക്രിസ്മസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ അതൊരു അൺഎക്സ്പെക്ടഡ് കോൾ ആയിരുന്നു. പക്ഷേ the way how he is communicating with everybody, how he is communicated with the Christian community is something great. സസ്യാഹാരമായിരുന്നു അതിഥികൾക്ക് ആതിഥേയൻ ക്രിസ്മസ് വിരുന്നിൽ ഒരുക്കിയത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം അതിഥികൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തുടർന്നു. ഭക്ഷണം എന്ന് പറയാൻ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അതൊരു വലിയ വിഷയമൊന്നും അല്ലല്ലോ. പ്രത്യേകിച്ച് ഞാനൊക്കെ എന്നെ പോലെയുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ലല്ലോ. ഇതൊരു പ്രത്യേക ഒരു ഇൻവിറ്റേഷനായിട്ട് എനിക്ക് കിട്ടി. വളരെ നന്നായി പ്രോഗ്രാം. ആദ്യമായിട്ടാണ് നമ്മളുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നേരിട്ട് കാണാനായിട്ട് സാധിച്ചത്. മണിപ്പൂർ സംഭവങ്ങൾക്ക് ശേഷം ക്രൈസ്തവ വിഭാഗങ്ങൾ ശക്തമായ വിമർശനം കേന്ദ്ര സർക്കാർ BJP സമീപനങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ക്രൈസ്തവ സമൂഹത്തിന്റെ മുറിവുണക്കുക കൂടിയാണ് ക്രിസ്മസ് വിരുന്നിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. ക്രിസ്തുമസ് ദിനത്തിൽ പ്രധാനമന്ത്രി തുടക്കമിട്ടത് ഒരു നയതന്ത്രത്തിന്റെ തുടക്കമാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പ്രതീക്ഷകൾ BJPയെ സംബന്ധിച്ച് ആ നയതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇനിയുണ്ട്. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കകളുണ്ട്. അത് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്രൈസ്തവ സഭാ നേതൃത്വത്തെ വിളിച്ചത്. എല്ലാവരെയും വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുകയാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂർ കലാപത്തിന്റെ ഭീകരാവസ്ഥ അവസാനിച്ചിട്ടില്ല എന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങൾക്ക് അസംതൃപ്തി ഉണ്ട് എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ചർച്ചയ്ക്ക് വിളിച്ചത്. അത് നല്ല കാര്യമാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റണം. അതാണ് ഒരു ഭരണകൂടത്തിന്റെ ചുമതല.
അത് പ്രധാനമന്ത്രി എന്നോ തയ്യാറാകേണ്ടതായിരുന്നു. വിശ്വാസത്തെ പല തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊരു ഭരണകൂടത്തിന് ചേർന്നതല്ല. എല്ലാ വിശ്വാസങ്ങളും അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഭരണഘടന നൽകുന്നുണ്ടല്ലോ. അത് ഗവൺമെന്റ് മനസ്സിലാക്കണം. വാർത്തകളിലേക്ക് വീണ്ടും. സന്നിധാനത്തെത്താൻ കഠിന യാത്ര. ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടയുന്നത് തീർത്ഥാടകരുടെ പ്രതിഷേധത്തിന് കാരണമായി. ദർശനം നടത്തിയ തീർത്ഥാടകർ മലയിറങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നതെന്ന് പോലീസ് പറയുന്നു. സന്നിധാനത്തെ തിരക്ക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇടത്താവളങ്ങളിൽ നിയന്ത്രണം കടുപ്പിച്ചത്. പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലും മണിക്കൂറുകൾ പിടിച്ചിട്ട ശേഷമാണ് വാഹനങ്ങൾ വിടുന്നത്. കോട്ടയം ജില്ലയിലെ വിവിധയിടങ്ങളിൽ തീർത്ഥാടക വാഹനങ്ങൾ പോലീസ് തടഞ്ഞു. ദർശനം നടത്തി തീർത്ഥാടകർ മലയിറങ്ങുന്നതനുസരിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഇടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു എന്നാരോപിച്ച് തീർത്ഥാടകർ പ്രതിഷേധിച്ചു. രാവിലെ മുതൽ അവർക്ക് ബാത്റൂമിൽ പോകാനോ മറ്റുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളില്ല. കടകൾ കുറവാണ്. ഉള്ള കട പച്ചക്കറി കട പോലെ ഒരു പഴം പോലും കിട്ടാനില്ലാത്ത ಅವಸ್ಥೆയിലാണ്. ನಿನ್ನೆ 3 ಗಂಟೆಗೆ ನಾವು ಬಂದಿರೋದು ಎರಿಮಲೆಗೆ. ಬೆಳಗಿನ 3 ಗಂಟೆಗೆ ಇದುವರೆಗೂ ಕೂಡ ಟ್ರಾಫಿಕ್ ಕ್ಲಿಯರ್ ಆಗಿಲ್ಲ. രക്ഷയില്ല. ഇത് എന്താ ബ്ലോക്ക് എന്ന് മനസ്സിലാവില്ല. എനിക്കൊന്ന് പോലീസുകാരോട് ചോദിച്ചു പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് വിടണമെന്നാണ്. 10 മണിലിருந்து കുഴഞ്ഞിൽ വെച്ചിരിക്കണം. ബാത്റൂം പോകാൻ വസതി ഇല്ല, കുടിക്ക വസതി ഇല്ല, കുളിക്ക വസതി ഇല്ല. പൊൻകുന്നം പാല റോഡിൽ നൂറുകണക്കിന് വാഹനങ്ങൾ തടഞ്ഞതോടെ വലിയ ഗതാഗത കുരുക്കുണ്ടായി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഇടത്താവളത്തിലും കടപ്പാട്ടൂരും തീർത്ഥാടകർ പ്രതിഷേധിച്ചു. നിലയ്ക്കലിൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന തമിഴ്നാട് കരൂർ സ്വദേശികളുടെ വാഹനം മറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 13 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. 24 സന്നിധാനം. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ SFI നേതാക്കളുടെ മർദ്ദനമേറ്റെന്ന് പരാതി നൽകിയ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ വിവാദം അവസാനിക്കുന്നില്ല. പോലീസ് നടപടിക്കെതിരെ പരാതിക്കാരിയായ നില എസ് പണിക്കർ ഹൈക്കോടതിയെ സമീപിക്കും. കോളേജിൽ ഉണ്ടായത് വാക്ക് തർക്കം മാത്രമാണെന്നും മറ്റു പരാതികളെല്ലാം വ്യാജമാണെന്നും പ്രതിയായ ജീസസ് ജോസഫ് അവകാശപ്പെട്ടു. വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത്. പിന്നെ CAയുടെ ഭാഗത്തെ പെരുമാറ്റം ഒന്നും അത്ര നല്ല രീതിയിലല്ലായിരുന്നു ബിഹേവ് ചെയ്തത് ഞങ്ങളോട് FIR വാങ്ങിക്കാൻ ചെന്നപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറെ എവിടെയെങ്കിലും ആക്കി തരണം എന്നുള്ള ഇതിലല്ല, അതിന്റെ മുകളിലോട്ടുള്ള ആരെങ്കിലും അന്വേഷിക്കണം എന്നുള്ള ഇതിലാണ് ഞങ്ങളിപ്പം മൂവ് ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റാരെങ്കിലും കേസ് അന്വേഷിക്കണമെന്നും തന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല കേസെടുത്തതെന്നും നിള എസ് പണിക്കർ 24-നോട് പറഞ്ഞു. കോളേജിലുണ്ടായ വാക്കേറ്റത്തിന്റെയും കയ്യാങ്കളിയുടെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആരെയും മർദ്ദിച്ചില്ലെന്നും ഇപ്പോൾ ഉയർന്നുവരുന്നത് വ്യാജ പരാതിയാണെന്നും DYFI ബ്ലോക്ക് സെക്രട്ടറിയും കോളേജിലെ വിദ്യാർത്ഥിയുമായ ജെയ്സൺ ജോസഫ് പറഞ്ഞു. പറയുന്ന നിള എസ് പണിക്കർ എന്ന് പറഞ്ഞ പെൺകുട്ടി ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങളെയൊക്കെ ഈ കേസൊക്കെ കൊടുത്ത് കൂട്ടിക്കളയും എന്നുള്ള രൂപത്തിലേക്കൊക്കെ ഒരു ഭീഷണിയാണ് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ ജഗത് എന്ന് പറഞ്ഞ പയ്യൻ ഒരു മോശപ്പെട്ട നിലയിൽ ഒരു അംഗ്യം കാണിക്കുന്ന ഘട്ടത്തിലാണ് ഞാനൊന്ന് മുൻപോട്ടൊന്നായിരുന്നത്. അപ്പൊ തന്നെ വിദ്യാർത്ഥികളെല്ലാം കൂടി പിടിച്ചു മാറ്റുകയും നമ്മളെല്ലാവരും പ്രിൻസിപ്പാളിനോട് നമ്മുടെ പരാതി പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. SFI നേതാക്കൾക്കെതിരെ പരാതി നൽകിയ നിള എസ് പണിക്കർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരമുള്ള പരാതിയിലും കേസെടുത്തിരുന്നു. 24 പത്തനംതിട്ട. ചികിത്സ തേടിയെത്തിയ കുഞ്ഞിനോട് ക്രൂരത. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 10 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുട്ടിയെ 52-കാരൻ കടന്നുപിടിച്ചു. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്നു രാവിലെ 10:30-ക്കായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കണ്ണിന് ചികിത്സ തേടിയെത്തിയ കുട്ടിയാണ് ആക്രമണത്തിനിരയായത്. കണ്ണിൽ മരുന്നൊഴിച്ചിരിക്കവേ 52-കാരൻ കടന്നുപിടിക്കുകയായിരുന്നു. കുട്ടി ബഹളം വെച്ചതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ആശുപത്രിയിലുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഉദിയൻകുളങ്ങര സ്വദേശി സതീഷാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കൂടിക്കാഴ്ചയ്ക്കുള്ള രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിന്റെ ക്ഷണം വീണ്ടും നിരസിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ. ഡൽഹിക്ക് പുറത്തായതുകൊണ്ട് കൂടിക്കാഴ്ചയ്ക്ക് എത്താൻ കഴിയില്ല എന്നാണ് വിശദീകരണം. കൂടിയാലോചനകളില്ലാതെ ബില്ലുകൾ പാസാക്കിയതിലെ അതൃപ്തിയും ഖർഗെ രാജ്യസഭാ അധ്യക്ഷനെ അറിയിച്ചു.
രണ്ടാം തവണയാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിന്റെ ക്ഷണം മല്ലികാർജ്ജുൻ ഖർഗെ നിരസിക്കുന്നത്. ചെയർമാൻ സഭയുടെ സംരക്ഷകനും പാർലമെന്ററി അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനുമാണെന്ന് മറുപടി കത്തിൽ ഖർഗെ ചൂണ്ടിക്കാട്ടി. ചർച്ചയില്ലാതെ ബില്ലുകൾ പാസാക്കിയത് ചരിത്രത്തിലെ തെറ്റായ തീരുമാനമാണെന്നതും അത് പ്രതിപക്ഷത്തെ വേദനിപ്പിച്ചെന്നും ഖർഗെ വ്യക്തമാക്കി. ഇന്ന് 4 മണിക്കായിരുന്നു ചർച്ചയ്ക്കുള്ള ക്ഷണം. പാർലമെന്റ് അതിക്രമ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാരെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും കൂട്ടമായി സസ്പെൻഡ് ചെയ്തിരുന്നു. സഭ തടസ്സപ്പെടുത്തിയത് ആസൂത്രിതവും തന്ത്രപരവുമാണെന്നായിരുന്നു പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയുള്ള ഉപരാഷ്ട്രപതിയുടെ വിമർശനം. കൂട്ട സസ്പെൻഷനിൽ TMC MP കല്യാൺ ബാനർജി രാജ്യസഭാ അധ്യക്ഷനെ അനുകരിച്ചതിൽ കടുത്ത വിമർശനമാണ് ജഗദീപ് ധൻഖർ അറിയിച്ചത്. 24 ഡൽഹി. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം തൊമ്മൻകുത്തിൽ 2 പേർ പുഴയിൽ മുങ്ങി മരിച്ചു. തൊമ്മൻകുത്ത് വാഴക്കാല ഒറ്റപ്ലാക്കൽ മോസിസ് ഐസക്, ചിങ്കൽ സിറ്റി താന്നിവിള ബ്ലസൻ സാജൻ എന്നിവരാണ് മരിച്ചത്. മോസിസ് ഐസക്കിന് പ്രായം 17, ബ്ലസന് 25 വയസ്സ്. കുടുംബസമേതം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാനെത്തിയതാണ് ഇരുവരും. പുഴയിൽ വെള്ളം കുറവായിരുന്നതിനാൽ മോസിസും ബ്ലസനും കുളിക്കാനിറങ്ങി. എന്നാൽ കാൽ വഴുതി കയത്തിലേക്ക് വീഴുകയായിരുന്നു. ഇരുവർക്കും നീന്തലറിയില്ല. ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി ഇരുവരെയും കരക്കെത്തിച്ചു. വണ്ണപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4 മണിയോടെയായിരുന്നു അപകടം. കരിമണ്ണൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. 24 ഇടുക്കി. വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്ത് CCയിൽ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കൊന്നുതിന്ന കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പ്രദേശത്ത് വനംവകുപ്പും നാട്ടുകാരും സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ പശുത്തൊഴുത്തിലെത്തിയ കടുവ കിടാവിനെ കൊന്ന് പാതി ഭക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തൊഴുത്തിൽ ക്യാമറ വെച്ചത്. 2ാം ദിവസം കടുവ എത്തിയപ്പോൾ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. പശുക്കിടാവിന്റെ ജഡം കിടന്ന ഇടത്താണ് കടുവ വീണ്ടും എത്തിയത്. വനംവകുപ്പിന്റെ ക്യാമറയിലും കടുവയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വയനാട് സൗത്ത് DFO കൂടുവയ്ക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അനുമതി തേടിയിരുന്നു. അനുമതി ലഭിച്ചതോടെയാണ് വൈകിട്ട് കൂട് സ്ഥാപിച്ചത്. മേഖലയിൽ കടുവ സാന്നിധ്യം പതിവായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ക്ഷീരകർഷകനായ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മാത്രം അകലെയാണ് CC എന്ന പ്രദേശം. 24 വയനാട്. ദേവസ്വം ബോർഡിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഏരിയ കമ്മിറ്റി അംഗം പണം വാങ്ങിയെന്ന ആരോപണത്തിൽ CPIM പ്രതിരോധത്തിൽ. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു 1,30,000 രൂപ ജോലി വാഗ്ദാനം ചെയ്ത് കൈപ്പറ്റി എന്നാണ് കാവും ഭാഗത്തെ പാർട്ടി പ്രവർത്തകൻ ഷാജിയുടെ പരാതി. ഷാജി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകിയിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ആരോപണമുന്നയിച്ചത് തിരുവല്ല കാവും ഭാഗത്തെ CPIM പാർട്ടി പ്രവർത്തകനായ ഷാജി. മകന് ഗുരുവായൂർ ദേവസ്വം ബോർഡിലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോ ക്ലറിക്കൽ തസ്തികയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1,30,000 രൂപ കൈപ്പറ്റിയെന്നാണ് ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരായ പരാതി. 2.5 ലക്ഷം രൂപ പറഞ്ഞിട്ട് 1,20,000 രൂപ ജോലിക്ക് മുമ്പ് കൊടുക്കണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കൊടുത്താൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞതിൻ്റെ നിന്ന് 1,20,000 രൂപ മേടിച്ചിട്ട് ഗുരുവായൂർ ദേവസ്വം കഴിഞ്ഞ് നമ്മുടെ അന്തോമ സാറ് പ്രസിഡന്റായിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജോലി തരാമെന്ന് പറയുന്നു. ജോലി ലഭിക്കാതെ വന്നതോടെ സംഭവം വിവാദമായി. ഇതോടെ പണമിടപാടിന് ഇടനില നിന്ന DYFI നേതാവ് മുഖാന്തിരം പ്രകാശ് ബാബു പണം തിരികെ നൽകി. 1 വർഷം കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം പുള്ളിയെ കാണാനായിട്ട് ഞാൻ അന്തോമ സാറിൻ്റെ ഓഫീസിൽ ചെല്ലുകയും അന്ന് ഓഫീസിൻ്റെ വാതിൽക്കൽ ചെല്ലുകയും പുള്ളി അപ്പോൾ ഇന്ന് നാളെയാണ് അടുത്ത ദിവസം ഡേറ്റ്, ഓരോ ഡേറ്റ് പറഞ്ഞ് മാറ്റി ഇപ്പം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് പൈസ തിരിച്ചു തന്നു. ഇതിനുശേഷമാണ് ഷാജി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകുന്നത്. തപാൽ മുഖാന്തരവും നേരിട്ടും പരാതി നൽകി. എന്നിട്ടും നടപടിയൊന്നും എടുക്കാതെ വന്നതോടെയാണ് പരസ്യ പ്രതികരണം. സഞ്ജയ് ഇക്ബാലിനും രതീഷ് മാടമ്പിശ്ശേരിക്കുമൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. സംസ്ഥാന മന്ത്രിസഭയിൽ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ ഉറപ്പിച്ചു. KB ഗണേഷ് കുമാർ ഗതാഗതവും രാമചന്ദ്രൻ കടന്നപ്പള്ളി തുറമുഖവും കൈകാര്യം ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം സത്യപ്രതിജ്ഞയുടെ സമയം തീരുമാനിക്കും. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പുനഃസംഘടന തലവേദനകളൊന്നുമില്ലാതെ പൂർത്തിയാക്കി എന്നുള്ളതാണ് LDFന്റെ ആശ്വാസം. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട പാർട്ടികൾക്ക് മറ്റൊരു രീതിയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കും.
ഒരു എതിരഭിപ്രായവുമില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കിയത് മുന്നണിക്ക് ആത്മവിശ്വാസം പകരും. നേരത്തെ AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. മന്ത്രിയാക്കണമെന്ന കോവൂർ കുഞ്ഞുമോന്റെ ആവശ്യവും പരിഗണിച്ചില്ല. പകരം ഉചിതമായ മറ്റു പരിഗണനകൾ നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അഹമ്മദ് ദേവർകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പാകും കടന്നപ്പള്ളി രാമചന്ദ്രന് ലഭിക്കുക. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്ത് പകരം ദേവസ്വം വകുപ്പ് കടന്നപ്പള്ളിക്ക് നൽകാമെന്ന് നേരത്തെ CPIMൽ ആലോചനയുണ്ടായിരുന്നു. എന്നാൽ അത് തൽക്കാലം വേണ്ടെന്നാണ് CPIM തീരുമാനം. വകുപ്പ് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നാണ് ഇപ്പോഴും കടന്നപ്പള്ളിയുടെ നിലപാട്. ഈ വകുപ്പ് നൽകുന്നതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. വകുപ്പ് ആർക്ക് ഏത് വകുപ്പ് നൽകണമെന്നില്ല. ഇപ്പോഴും ഞാൻ ഇതിനെ സംബന്ധിച്ച് ഏതാണ് വകുപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ പിന്നെ വകുപ്പ് ഏതായിരുന്നാലും വകുപ്പിനോട് നീതി പുലർത്തുക, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കും മാർഗങ്ങൾക്കും വിധേയമായി ആ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിന് ലഭിക്കും. രണ്ടുപേരും നേരത്തെയും ഇതേ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവരാണ്. ഗവർണർ കേരളത്തിലെത്തിയ ശേഷം മന്ത്രിമാരുടെ രാജിക്കത്ത് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറും. ബഹിഷ്കരണത്തിനൊപ്പം പ്രതിഷേധ പരിപാടികൾ കൂടി സംഘടിപ്പിക്കാനാണ് UDFന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.